രാഹുലിന്റെ പ്രസംഗം താങ്കൾ കേട്ടിരിക്കും. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അധിക്ഷേപ വാക്കുകൾ രാഹുലും മോദിയെ പോലെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, നോക്കൂ, നമ്മൾ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷ ശബ്ദത്തെ ഇല്ലാതാക്കുന്ന ഒരു പാർലമെന്റാണ് നമ്മൾ കണ്ടത്. നമ്മൾ വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ രീതിയിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഏറ്റവും മോശമായ ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളതായിരുന്നില്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. BJP വാസ് സ്റ്റൈഫ്ലിംഗ് ദ വോയിസ് ഓഫ് ദ ഓപ്പോസിഷൻ. അവരെ സംബന്ധിച്ചിടത്തോളം, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ശബ്ദം ഉയർത്താൻ പറ്റാത്ത രീതിയിൽ അടിച്ചമർത്തുന്ന രീതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്പീക്കറുടെ ഒരു ഡ്രക്കോണിയൻ അൺഡെമോക്രാറ്റിക് ഇടപെടിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന ഒരു പ്രതിപക്ഷ സ്ഥാനം ഇല്ലായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി അതിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നു എന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയില്ല. നോക്കൂ, രാഹുൽ ഗാന്ധിയെ വ്യക്തമായി രാഷ്ട്രീയ കാര്യങ്ങളിൽ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. അത് രാഷ്ട്രീയ കാര്യത്തിൽ വിമർശിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ചെയ്യുന്ന പോസിറ്റീവുകളെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ബാധ്യത ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതെൻ്റെ പൊളിറ്റിക്സ് എനിക്കൊരു ഹിൻഡ്രൻസായി ഒരിക്കലും മാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയാൻ തയ്യാറാണ്. രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾ എന്താണ്? അദ്ദേഹം വളരെ ന്യായമായി ഈ രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന, ഈ പാവങ്ങൾ നേരിടുന്ന, ഈ വീട്ടിലെ അമ്മമാർ നേരിടുന്ന ഓരോ വിഷയങ്ങളാണ് അദ്ദേഹം എടുത്ത് മുന്നോട്ട് വെച്ചത്. മണിപ്പൂർ, നീറ്റ്, ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പം അതിന് യു ഹാവ് ടു ഷോ യുവർ നമ്പേഴ്സ്. നിങ്ങൾക്ക് നമ്പേഴ്സ് ഉണ്ടോ? അല്ലാതെ നിങ്ങൾ ചുമ്മാ അപ്പുറത്തിരുന്ന് റെട്ടറിക് സ്പീച്ചുകൾ, ഈ പറയുന്ന പാർലമെന്റിൽ ഈ ഇലക്ഷന്റെ ജാഥയ്ക്ക് നിന്ന് പ്രസംഗിക്കുന്ന പോലുള്ള പ്രസംഗങ്ങൾ പ്രസംഗിക്കുക അല്ലല്ലോ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾ വളരെ സബ്ജക്ട് സ്പെസിഫിക് ആണ്. സബ്ജക്ട് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പം സ്മൃതി തന്നെ കൃത്യമായി സൂചിപ്പിച്ചല്ലോ ഏതൊക്കെ സബ്ജക്റ്റിൽ അദ്ദേഹം ചോദ്യം ചോദിച്ചു. ആ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു വിഷയത്തിൽ മറുപടി പറയാൻ പറ്റാതെ വരുമായിരിക്കാം. ആർക്ക്? പ്രധാനമന്ത്രിക്ക്. പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട് അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഒന്നും തന്നെ പറയാതെ അതിൽ നിന്ന് ഒളിച്ചോടി അദ്ദേഹം ഒരു ജാഥയുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്ന പോലെ കുറേ കാര്യങ്ങൾ പ്രസംഗിക്കുകയും അതിന് വാഴ്ത്തുപാട്ടായിട്ട് പൊളിച്ചടിക്കുക എന്ന് പറയാൻ കുറേ പേരുമുണ്ട്. അത് തന്നെയാണ് കുറേ നാളുകളായി, കഴിഞ്ഞ 10 വർഷക്കാലങ്ങളായി ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന പ്രധാനമന്ത്രിയെ ഇപ്പോൾ ഒന്ന് പിടിക്കാൻ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ ഒരു പ്രതിപക്ഷമുണ്ട്, ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ട്, ശബ്ദം ഉയർത്താൻ പറ്റുന്ന ഒരു പ്രതിപക്ഷമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യമുള്ളൂ, നമ്മൾ കേൾക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം BJP അമിതമായി ഈ പറയുന്ന മോഡി ഭക്തിയിൽ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് വിടാം. അവരെന്ത് പറയും, മോഡിജി എന്ത് പറഞ്ഞാലും അവർ കേട്ടേ പറ്റൂ. കാര്യം അവർ ദൈവമാണ്, അദ്ദേഹം ദൈവമാണ്. ഇപ്പം ലിജു പറഞ്ഞ പോലെ ഹീ ഈസ് നോട്ട് ഹാവിങ് എനി ബയോളജിക്കൽ ബേസ് എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് നമുക്ക് വിടാം. അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തി സാധാരണ യുക്തി ഭദ്രമായി ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കേണ്ടത് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഞാൻ ഈ പറയുന്ന പോലെ മറുപടി പറയുകയാണ്, നീറ്റ് പരീക്ഷയിലുള്ളവരെ എല്ലാവരെയും ശിക്ഷിക്കും. ഇങ്ങനെ ഈ പറയുന്നതല്ലല്ലോ കേന്ദ്ര സർക്കാരും ബീഹാർ സർക്കാരും തമ്മിലുള്ള വിഷയത്തിൽ വന്നിരിക്കുന്നത്. ബീഹാർ സർക്കാരിനെ തള്ളിക്കൊണ്ടല്ലേ കേന്ദ്രം പലയിടത്തും പൊസിഷൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്കും അകത്തോട്ട് കയറി, റൂട്ടിൽ കയറി അദ്ദേഹത്തിന് മറുപടി പറയുന്നതിന് പകരം അപ്പുറത്ത് നിൽക്കുന്ന ഒരു ടോളസ്റ്റ് ലീഡർ, എനിക്കൊരു സംശയമില്ല രാഹുൽ ഗാന്ധി ഇസ് ദ ടോളസ്റ്റ് ലീഡർ ഇൻ ദ ഓപ്പോസിഷൻ ഓർ ഓപ്പോസിഷൻ സൈഡ്. അങ്ങനെ നിൽക്കുന്ന ഒരാളെ ഈ പറയുന്ന ബാലൻ എന്നൊക്കെ വിളിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ അപ്പുറത്ത് എൻ്റെ പ്രതിയോഗിയായിരിക്കുന്ന ഒരു ചർച്ച ചെയ്യുന്ന ഒരാളെ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചറിനെ വെച്ചൊക്കെ, അല്ലെങ്കിൽ സ്റ്റേച്ചറിനെ ഡീഗ്രേഡ് ചെയ്ത് കാണിക്കത്തക്ക രീതിയിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാനാണ് താന്നു പോകുന്നതെന്നാണ്, അപ്പുറത്ത് നിൽക്കുന്ന ആളല്ല. എന്ന് വെച്ചാൽ അപ്പുറത്തിരിക്കുന്ന ആളുടെ യോഗ്യതയെക്കുറിച്ചൊക്കെ സംസാരിച്ച് അദ്ദേഹം മോശക്കാരനാണെന്ന് ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാനൊരു യോഗ്യതയില്ലാത്ത ഒരാളായിട്ടേ ഞാൻ എന്നെ വിലയിരുത്തത്തുള്ളൂ. അപ്പം ഒരു ചർച്ചയിൽ പങ്കെടുത്ത് വളരെ അഗ്രസീവായിട്ട് സംസാരിക്കേണ്ട വന്നു കഴിഞ്ഞാൽ മോശമായി പോയല്ലോ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഉള്ള കാര്യമുള്ളല്ലോ പറഞ്ഞു, അതുകൊണ്ട് അഗ്രഷൻ നിർത്തിയിട്ടുണ്ടെന്നുള്ളതല്ല. പക്ഷെ നമ്മൾ പറയുമ്പം അപ്പുറത്ത് നിൽക്കുന്ന ആൾ ആരാണ്? അയാൾ ഈ പറയുന്ന ഈ രാജ്യത്ത് സൗത്ത് ഇന്ത്യയിലെ തിരുവനന്തപുരം തൊട്ട് അല്ലെങ്കിൽ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നടന്നിട്ട് പോയി വോട്ട് പിടിച്ച് ജയിച്ച ആളാണ്. ഈ കേരളത്തിൽ നടന്നപ്പം കൂടുതൽ കേരളത്തിൽ നടന്നു എന്ന് വിമർശനം ഉന്നയിച്ച ആളാണ് ഞാൻ. അദ്ദേഹം കൂടുതൽ UP നടക്കണമെന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ അദ്ദേഹം നടന്നോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം നടന്നു. ആ നടന്ന് 100 സീറ്റ് അദ്ദേഹത്തെ 99 എന്ന് പറഞ്ഞാൽ 100 എന്നുള്ള നമ്പേഴ്സിലേക്ക്, ഇപ്പം RSPയുടെ സീറ്റ് കോൺഗ്രസിന്റെ സീറ്റാണോ RSPയുടെ സീറ്റാണോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സീറ്റ് കോൺഗ്രസിന്റെ സീറ്റാണെന്ന് വെച്ചാൽ ഞാൻ കോൺഗ്രസിന്റെ സീറ്റായിട്ട് അതിനെ ആഡ് ചെയ്യത്തുള്ളൂ. ഞാനത് മുസ്ലിം ലീഗിനോ RSPയോ കുറച്ച് കാണിക്കാൻ വേണ്ടി പറയുന്നില്ല. അതും രാഹുൽ ഗാന്ധിയുടെ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് എനിക്കൊരു മടിയില്ല, ഉള്ള കാര്യം പറയാം. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹീ ഈസ് ഹാവിങ് എ സബ്സ്റ്റാൻഷ്യൽ നമ്പർ വിത്ത് ഹിം. ആ നമ്പർ നിൽക്കുന്ന ഒരാളെ ചുമ്മാതെ ബാലൻ എന്നൊക്കെ പറഞ്ഞ്
പഴയ ഈ അമിത്ഷായോടും ബാക്കിയുള്ളവരോടും ഒക്കെ പെരുമാറുന്ന രീതിയിൽ നരേന്ദ്രമോദി പെരുമാറിയാൽ ഹി ഈസ് ഗോയിങ് ടു ഫേസ് ദ ടഫ് ടൈം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹത്തിന് ഒരു 10 മിനിറ്റ് നേരെ ഇരുന്ന് ഒരു ഇന്റർവ്യൂവിൽ രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ശക്തി ഇല്ലാത്ത ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അതേ സ്ഥാനത്ത് മോഡി ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അറിയാമെങ്കിൽ അറിയാമെന്നും അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്നും പറയാനുള്ള ശക്തി രാഹുൽ ഗാന്ധിക്ക് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത്രയും വീക്കാണ് പ്രധാനമന്ത്രി ചുമ്മാ റെട്ടറിക്കൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പറയും ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന ഹിന്ദി മാധ്യമ പ്രവർത്തകരെയും അല്ലെങ്കിൽ ഈവൻ മലയാളത്തിലുള്ള മാധ്യമ പ്രവർത്തകരെ പോലും വിളിച്ചിരുത്തി അവർ ഷൂട്ട് ചെയ്തിട്ട് ഏത് കാണിക്കണമെന്ന് അവർ തീരുമാനിച്ചിട്ട് അതിനകത്ത് മണ്ടത്തരം വരുന്ന ഒരാളായി മാറിയിട്ടുണ്ട് പ്രധാനമന്ത്രി. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു പോകും. ലാസ്റ്റിൽ പറയുകയാണ്, ഞാൻ ഒരുപാട് സമയം കൺസ്യൂം ചെയ്തില്ല. റിപ്പോർട്ടർ ചാനൽ ടെലികാസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞൊരു പരാതി വന്നു. എൻ്റെ ഒരു വിഷയമല്ല, യഥാർത്ഥത്തിൽ എന്നെ ബാധിക്കുന്ന ഒരു സബ്ജക്ട് മാറ്ററേ അല്ല. പക്ഷേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തിന് വേണ്ടി എപ്പോഴും സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് പറയാം, താങ്കൾ സ്മൃതി പരുത്തിക്കാട് കഴിഞ്ഞ പ്രാവശ്യം ജോലി ചെയ്തുകൊണ്ടിരുന്ന മാധ്യമ സ്ഥാപനമായ മീഡിയ വണ്ണിനെ പൂട്ടിക്കാൻ ശ്രമിച്ച് പൂട്ടിയിട്ട് തിരിച്ചു വന്ന ഒരു പാരമ്പര്യം നമുക്ക് ഈ നാട്ടിലുണ്ട്. എന്നുവെച്ചാൽ മാധ്യമ പ്രവർത്തകർ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും വിമർശനം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ പൂട്ടിക്കാൻ വരെ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ സൂക്ഷിച്ച് വേണം പലർക്കും മറുപടി കൊടുക്കാൻ. കാര്യം അങ്ങനെ ഒരു പാരമ്പര്യം ഇവർക്കുണ്ട് എന്നുള്ള കാര്യം ഞാൻ വെറുതെ ഒന്ന് ഓർപ്പിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.